ആകാശവാണി. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യയെ സ്വാശ്രയ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. രാജ്യത്തെ ക്ഷീര ഉൽപ്പാദന മേഖല ദ്രുതഗതിയിൽ വളരുകയാണെന്ന് പ്രധാനമന്ത്രി. ക്ഷീരമേഖലയുടെ ശക്തി സ്ത്രീകളാണെന്നും പ്രധാനമന്ത്രി. ഐക്യരാഷ്ട്രസഭയിൽ സമൂല പരിഷ്കരണം ആവശ്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അർഹതയുള്ള എല്ലാവർക്കും പട്ടയം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ അതീവ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ റാഞ്ചിയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ദക്ഷിണ ഗുജറാത്തിലെ നവസാരിയിൽ 22,500 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച കാക്രാപാർ ആണവ നിലയത്തിലെ 2 പുതിയ സമ്മർദ്ദിത ഖനജല റിയാക്ടറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നവസാരിയിൽ നടന്ന പരിപാടിയിൽ PM മിത്ര പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. PM മിത്ര പാർക്ക് രാജ്യത്തെ വസ്ത്ര വ്യവസായത്തിന് ഉത്തേജനം നൽകുമെന്നും വസ്ത്ര കയറ്റുമതിയിൽ ഇന്ത്യയുടെ പങ്ക് വർദ്ധിപ്പിക്കുമെന്നും ചടങ്ങിൽ സംസാരിച്ച പ്രധാനമന്ത്രി പറഞ്ഞു. नवसारी में आज जिस PM मित्र पार्क का काम शुरू हो रहा है वो टेक्सटाइल सेक्टर के लिए देश का ऐसा पहला पार्क है. मेरा लक्ष्य था कि टेक्सटाइल सेक्टर की एक पूरी सप्लाई चेन हमारे पास होनी चाहिए. PM मित्र पार्क भी इसी अभियान का हिस्सा है. आज इस सेक्टर में दुनिया के सबसे बड़े उत्पादकों और निर्यातकों को भारत टक्कर देने लगा है. आत्मनिर्भर भारत बनाने के लिए हम ऐसी ही व्यवस्थाओं का निर्माण कर रहे हैं. ഇന്ത്യയെ സ്വാശ്രയ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. PM മിത്ര പാർക്കും ഈ കാഴ്ചപ്പാടിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് എന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി വസ്ത്രനിർമ്മാണ മേഖലയിൽ ലോകത്തെ ഏറ്റവും വലിയ ഉൽപ്പാദകരോടും കയറ്റുമതിക്കാരോടും ഒപ്പം ഇന്ത്യ എത്തിച്ചേർന്നെന്നും ഗുജറാത്തിലെ ടെക്സ്റ്റൈൽ വ്യവസായത്തിന് ഇതിൽ വലിയ സംഭാവനയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗുജറാത്തിൽ മെഹ്സാനയിലെ താരാഭിൽ 13,000 കോടിയിലധികം രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് മോദി ഗ്യാരണ്ടി ലക്ഷ്യമിടുന്നതെന്നും വികസനത്തിനൊപ്പം പൈതൃക സംരക്ഷണത്തിനും സർക്കാർ ഊന്നൽ നൽകുന്നുണ്ടെന്നും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. 8,000-ലധികം ഗ്രാമപഞ്ചായത്തുകളിൽ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന ഗുജറാത്ത് ഫൈബർ ഗ്രിഡ് നെറ്റ്വർക്ക് ലിമിറ്റഡിന്റെ ഭാരത് നെറ്റ് ഫേസ് 2-നും പ്രധാനമന്ത്രി തുടക്കമിട്ടു. മെഹ്സാന, ബനസ്കന്ത ജില്ലകളിൽ റെയിൽപാത ഇരട്ടിപ്പിക്കൽ, ഗേജ് മാറ്റം, പുതിയ ബ്രോഡ്ഗേജ് പാത എന്നിവയും ഖേദ, ഗാന്ധിനഗർ, അഹമ്മദാബാദ്, മെഹ്സാന എന്നിവിടങ്ങളിലെ റോഡ് പദ്ധതികളും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ക്ഷീര ഉൽപ്പാദന മേഖല ദ്രുതഗതിയിൽ വളരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6% എന്ന കണക്കിലാണ് മേഖലയുടെ വളർച്ച. ലോക ശരാശരിയേക്കാൾ വളർച്ചയുള്ള ഇന്ത്യയിലെ പാൽ ഉൽപ്പാദന മേഖലയുടെ വാർഷിക വിറ്റുവരവ് 10 ലക്ഷം കോടിയാണെന്നും മേഖലയുടെ ശക്തി സ്ത്രീകളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അമുലിന്റെ സുവർണ ജൂബിലി ആഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു. കർഷകരുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരിമ്പിന്റെ ന്യായവില വർദ്ധിപ്പിച്ച മന്ത്രിസഭാ തീരുമാനം ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. തീരുമാനം കോടിക്കണക്കിന് കരിമ്പ് കർഷകർക്ക് ഗുണമാകും. എല്ലാ വിളകൾക്കും മിനിമം താങ്ങുവില ആവശ്യപ്പെട്ട് കർഷക പ്രക്ഷോഭം നടക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രിയോടെ വാരാണസിയിലെത്തും. 2 ദിവസത്തെ സന്ദർശനത്തിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. ഐക്യരാഷ്ട്രസഭയിൽ സമൂല പരിഷ്കരണം വേണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. റൈസീന സംഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ 50 അംഗങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും ഇന്ന് അംഗങ്ങളുടെ എണ്ണം 4 മടങ്ങ് വർദ്ധിച്ചെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 5 വർഷങ്ങളിലെ കാര്യം പരിഗണിച്ചാൽ വലിയ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് കാണാം. സംവിധാനം പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതിലൂടെ തെളിയുന്നത്. ആഗോള നിയമങ്ങൾ ഏകപക്ഷീയ പ്രയോജനത്തിനു വേണ്ടിയാകരുതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. വിശ്വമിത്രം ആശയമാണ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കാൻ എപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. ഇതിനകം 4 വട്ടം ചർച്ച നടന്നുവെന്നും അവ ക്രിയാത്മകമായിരുന്നുവെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ പറഞ്ഞു. എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുതിയ സമൻസ് അയച്ചു.
തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടിയാണ് സമൻസ്. നേരത്തെ 6 തവണ സമൻസ് അയച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രി ഹാജരായിരുന്നില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27-ന് തിരുവനന്തപുരം സന്ദർശിക്കും. VSSC വേളി ക്യാമ്പസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ISR ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും. VSSCയിൽ ഒരുക്കിയിരിക്കുന്ന ഗഗൻയാൻ പ്രദർശനവും പ്രധാനമന്ത്രി വീക്ഷിക്കും. തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ BJP കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അർഹതയുള്ള എല്ലാവർക്കും പട്ടയം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ അതീവ പ്രാധാന്യം നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4ാമത് പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും ഭൂമി ലഭ്യമാകുമെന്ന ശ്രമകരമായ ദൌത്യം നാടിന്റെ ഒരു സാമൂഹിക ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന G20 വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ വർഷം ഡിസംബറിൽ G20 അധ്യക്ഷ സ്ഥാനം ഇന്ത്യയിൽ നിന്ന് ബ്രസീൽ ഏറ്റെടുത്തിരുന്നു. ബ്രസീലിയൻ അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള ആദ്യത്തെ മന്ത്രിതല യോഗമാണ് ഇത്തവണത്തെ G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗം. വന്യജീവി പ്രശ്നം പരിഹരിക്കുന്നതിനായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വയനാട്ടിലെ വന്യജീവി ആക്രമണം നേരിട്ട് വിലയിരുത്താനെത്തിയ കേന്ദ്രമന്ത്രി ഉദ്യോഗസ്ഥരുമായും ജനപ്രതിനിധികളുമായും കൽപ്പറ്റയിൽ ചർച്ച നടത്തി. ജില്ലയിലെ സ്ഥിതിഗതികൾ ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു. മുന്നറിയിപ്പ് സംവിധാനം, ട്രാക്കിംഗ് ഉപകരണങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തിന് കേന്ദ്ര പിന്തുണ മന്ത്രി ഉറപ്പു നൽകി. പരിസ്ഥിതി വനം മന്ത്രാലയം കേരളത്തിന് 15.8 കോടി രൂപ ഈ സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചിരുന്നതായും ആന പ്രതിരോധ വേലി നിർമ്മാണത്തിനും മറ്റ് പരിഹാര മാർഗങ്ങൾക്കുമായി കൂടുതൽ സാമ്പത്തിക പിന്തുണ നൽകുന്ന കാര്യം പരിഗണിക്കാമെന്നും ശ്രീ ഭൂപേന്ദർ യാദവ് അറിയിച്ചു. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും കേൾക്കാം. രാത്രി 8 മണിക്കാണ് പ്രക്ഷേപണം. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 10 ജില്ലകളിലായി 1 കോർപ്പറേഷൻ വാർഡിലും 4 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10-ന് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉപതെരഞ്ഞെടുപ്പ് ഫലം www.sec.kerala.gov.in സൈറ്റിലെ ട്രെൻഡ് വിഭാഗത്തിൽ ലഭ്യമാകും. ജമ്മു കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ വസതിയിൽ CBI റെയ്ഡ് നടത്തി. ജമ്മുകാശ്മീരിൽ കിരു ജലവൈദ്യുത പദ്ധതിയുടെ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട ക്രമക്കേട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടന്നത്. മറ്റ് നിരവധിയിടങ്ങളിലും പരിശോധന നടന്നു. സാങ്കേതിക വിദ്യ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇന്ന് നൂതന സാങ്കേതിക വിദ്യകളുടെ സൃഷ്ടാവ് എന്ന നിലയിലേക്ക് മാറിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ നടന്ന റൈസീന സംഭാഷണത്തിലാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. വികസനത്തിന്റെ പാതയിൽ മുന്നേറുന്ന ഇന്ത്യയെ ലോകം ഇപ്പോൾ വിശ്വസ്ത പങ്കാളിയായി വീക്ഷിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ ചെന്നൈയിലെത്തും. സന്ദർശന വേളയിൽ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ കാണുകയും കളക്ടർമാരുമായും ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരുമായും അവലോകന യോഗം നടത്തും. മറ്റന്നാൾ തമിഴ്നാട്, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായും വകുപ്പ് ഉദ്യോഗസ്ഥരുമായും കമ്മീഷൻ ചർച്ച നടത്തും. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ റാഞ്ചിയിൽ തുടക്കമാകും. രാവിലെ 9:30-നാണ് കളി ആരംഭിക്കുന്നത്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുൻപിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയെ സ്വാശ്രയ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. രാജ്യത്തെ ക്ഷീര ഉൽപ്പാദന മേഖല ദ്രുതഗതിയിൽ വളരുകയാണെന്ന് പ്രധാനമന്ത്രി. ക്ഷീരമേഖലയുടെ ശക്തി സ്ത്രീകളാണെന്നും പ്രധാനമന്ത്രി. ഐക്യരാഷ്ട്രസഭയിൽ സമൂല പരിഷ്കരണം ആവശ്യമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അർഹതയുള്ള എല്ലാവർക്കും പട്ടയം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ അതീവ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ റാഞ്ചിയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.